ഹലോ. ഇന്ന് ഞങ്ങൾ തേർഡ് ഡേ ആണ് പാരീസിൽ. അപ്പം ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു പാലസ് ഓഫ് വേഴ്സലൈസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ്. അപ്പം ഞങ്ങൾ ആദ്യം മെട്രോ എടുത്തു. മെട്രോയിൽ പിന്നെ ഒരു RER എന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ കയറണം. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 1 മണിക്കൂർ ട്രെയിനിൽ പോകണം. അപ്പം ഞങ്ങളങ്ങനെ ട്രെയിനിൽ പോയി അവിടെ ഇറങ്ങി. ഈ കാണുന്നതാണ് പാലസ്. അപ്പം ഇതിന് കുറേ ഹിസ്റ്ററി ഉണ്ട് ഈ പാലസിന്. ഇതെനിക്കൊന്ന് 16th സെഞ്ച്വറിയിൽ എന്തോ പണിതതാണ്. പിന്നെ ഓരോ രാജാക്കന്മാർ വരുന്നതനുസരിച്ചും ഇതിനെ വലിപ്പം കൂട്ടി 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 ഇപ്പോൾ 2300 റൂംസ് ഉണ്ട് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ ഞങ്ങൾ അത് ടിക്കറ്റ് വേണമെന്നറിഞ്ഞില്ല. വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേൾഡ് വാർ 1 എൻഡ് ചെയ്യാനായിട്ട് 1919 ട്രീറ്റി ഉണ്ടാക്കിയിരുന്നു. അതിവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ട്രീറ്റി ഓഫ് വേഴ്സലൈസ് എന്നാണ് അതിന് പറയുക. പിന്നെ അങ്ങനെ ഞങ്ങൾ അകത്ത് കുറേ നടന്നു. നല്ല ആർക്കിടെക്ചറും നല്ല പെയിൻറ്റിങ്സും നല്ല ഇതൊക്കെയാണ്. പക്ഷേ എന്തോ എനിക്കിങ്ങനെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് അങ്ങനെ തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആർക്കിടെക്ചറും ഇവരുടെ പെയിൻറ്റിങ്ങും ഏകദേശം നമ്മൾ കുറച്ച് കണ്ടില്ലേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ, അത് കാരണമായിരിക്കാം എല്ലാം ഏകദേശം സെയിം ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ റൂംസൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമായിട്ടൊക്കെ അവർ വെച്ചിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സ്കൾപ്ചേഴ്സ് ഇങ്ങനെ ഹാളിലിങ്ങനെ കുറേ അതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ 2-3 പാലസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പിന്നെ പെയിൻറ്റിങ്സൊക്കെ കുറേ കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. പിന്നെ എന്തോ ഞങ്ങളൊക്കെ തോന്നുന്നത് എന്താ വെച്ചാൽ ഇത്രയും ദൂരത്ത് നമ്മൾ വന്നിട്ട് അത്ര ഒരു പിന്നെ 21 യൂറോ ആണ് അതിൻ്റെ ടിക്കറ്റും. അപ്പോൾ അത്രയും വെർത്തല്ലാന്ന് എനിക്ക് തോന്നി. എന്നാലും നമ്മളിങ്ങനെ കുറച്ചൊക്കെ നടന്നു. പിന്നെ ഇതൊരു മുറിയാണ്, അതിൻ്റെ മുകളിലും പെയിൻറ്റിങ് സൈഡിലൊക്കെ പെയിൻറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗ്ലാസ് ഹാൾ എന്തോ ഉണ്ട്, അത് വളരെ ഫേമസ് ആണ്. അപ്പോൾ അതും ഞങ്ങൾ കണ്ടു. അപ്പോൾ അത് നല്ലതായിട്ടുണ്ട്. ഇതാണ്. പിന്നെ ഇവരുടെ ഗാർഡനും വളരെ ബ്യൂട്ടിഫുൾ ഗാർഡനാണ്. അവിടെ ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ട്. അതിന് പക്ഷേ വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പം പിന്നെ രാത്രി വരെ നമ്മൾ നിന്നില്ല. അത് നല്ല രസമാണെന്നാണ് പറയുന്ന ആൾക്കാർ. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ കുറേ കറങ്ങി നടന്നു. അപ്പോൾ അവിടെ പാരീസിലെ ഒരു വലിയ ഒരു പേസ്ട്രി ഷോപ്പാണ് ആഞ്ചലീന എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതിൻ്റെ മെയിൻ സ്ഥലത്താണ് പോകേണ്ടിയിരുന്നത് ശരിക്കും. അപ്പം ഞങ്ങൾ അവിടെയും ഒന്ന് പിന്നെ കയറാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കയറി. അവിടുത്തെ മെയിൻ ഇതായിട്ടുള്ള ഡിഷാണ് എന്തൊരു പേസ്ട്രി, അത് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഹോട്ട് ഡ്രിങ്ക്, ഹോട്ട് ചോക്ലേറ്റ്. അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു, അത് കുടിച്ചു. നല്ലതായിരുന്നു. പക്ഷേ ആ മെയിൻ കഫേയിൽ പോയിരുന്നെങ്കിൽ അവിടെ കുറച്ചുകൂടി നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏതായാലും ഉള്ളതുകൊണ്ട് നമ്മളിവിടെ കയറി അത് കഴിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു ഔട്ട്ലെറ്റ് മോള് പോലെ ഒരു ലാവലെ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട് അവിടെ. അതിൽ ഹൈ ബ്രാൻഡ് ഐറ്റംസ്, ഹൈ എൻഡ് ഐറ്റംസ് ആണ്. പക്ഷേ അവർ കുറേ ഡിസ്കൗണ്ടഡ് റേറ്റിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ പോയതാണ്. കാര്യം അത്ര കോസ്റ്റ്ലി ആണെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല രസമുണ്ട്. നല്ലൊരു വില്ലേജ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങളിങ്ങനെ അവിടെ കറങ്ങിയൊക്കെ നടന്നു. കുറേ ആൾക്കാരുണ്ട്, നിറച്ച് നല്ല റഷൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. നാളെ ഞങ്ങൾ മോൺമാർട്ടെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു നല്ല സ്ഥലമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.